നമുക്ക് ആ കടുവയെ പിടിക്കാൻ ഒന്നുകൂടി പോകണം. ഇടുക്കിയിലേക്ക് ഒന്നുകൂടി ഒന്ന് തിരികെ പോകണം. അതിൻ്റെ കൂടുതൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ മയക്കുവെടി വയ്ക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. കടുവയെ കൃത്യമായി സ്പോട്ട് ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ജോസിൽ, ഈ ദൗത്യ സ്ഥലത്തേക്ക് ദൗത്യ സംഘാംഗങ്ങൾ എത്തിയോ? ഇപ്പോൾ അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മനു, ഇപ്പോൾ ഈ ദൗത്യത്തിന് ചില പ്രതിസന്ധികൾ നേരിടുകയാണ്. കുറേ ഇന്നലെ മുതൽ കൃത്യമായ നിരീക്ഷണത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന കടുവയെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. ഏതായാലും വീണ്ടും നിരീക്ഷണം തുടരുകയാണ്. ഇതിനകത്ത് വനം വകുപ്പിന് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും കുറേ ദിവസങ്ങളായി ഈ കടുവയുടെ അസ്വസ്ഥത ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ 3-ാം തീയതി തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. ആളുകൾക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന അവസ്ഥ, ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ഇപ്പോൾ ഈ കടുവ ഇന്നലെ കണ്ട സ്ഥലത്ത് നിന്ന് അല്പം മാറിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അധികം നീങ്ങാൻ സാധ്യതയില്ല. ആരോഗ്യം പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരടക്കം വനംവകുപ്പ് അടക്കം പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്താൻ ഇപ്പോൾ വീണ്ടും ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൗത്യം എങ്ങനെ തുടരാമെന്നാണ് കരുതുന്നത്? കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഇതിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു അരമണിക്കൂറിനാണ് നമുക്ക് ഏകദേശം ഒരു വിവരത്തിലേക്ക് എത്തും. ഇതാണ് മനു ഇപ്പോൾ പുതിയ ഒരു സാഹചര്യം. നമ്മൾ ഇന്ന് രാവിലെ അടക്കം റിപ്പോർട്ട് ചെയ്തത്, ഇപ്പോൾ നമുക്കറിയാം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള എല്ലാ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ അങ്ങനെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഇന്ന് തന്നെ ഈ കടുവയെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതിനും തേക്കടിയിലെത്തിച്ച് ചികിത്സ കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമെല്ലാമാണ് നടത്തിയത്. പക്ഷേ ഇന്ന് രാവിലെ നിരീക്ഷിക്കുമ്പോൾ കടുവ നേരത്തെ ലൊക്കേറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഏതായാലും അതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഡ്രോൺ അടക്കം ഉള്ള നിരീക്ഷണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ ദൗത്യം കണ്ടെത്തി ഉടൻ തന്നെ ഈ ദൗത്യം ആരംഭിച്ച് മയക്കുവെടി വെക്കും എന്നുള്ളതാണ് വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അല്ല, അപ്പോൾ ഈ രാവിലെ മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഈ കൂടിന് ഒരു 300 മീറ്റർ അടുത്ത് കടുവയുണ്ട്, ആശങ്ക വേണ്ട എന്ന്. പക്ഷേ ഇപ്പോൾ വളരെ വേഗത്തിൽ അത് അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ തെരച്ചിൽ നടപടികൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കുമല്ലേ അതിലൊരു കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും ഡ്രോൺ ഉപയോഗിച്ചുള്ളൊരു പരിശോധനയാണ് തുടരുന്നത്. ഇപ്പം ഇവിടെ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ഇവിടെ കൃത്യമായി ഇവിടെ എത്തി വേണ്ട ക്രമീകരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള എല്ലാ തഹസിൽദാർ ചേരുകയാണ്. സാർ, എന്താണ് തീരുമാനം? ഫോറസ്റ്റുകാരുടെ തീരുമാനമാണ്. നമ്മളതിനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് റവന്യൂ വകുപ്പിനോട് പറയുന്നത്? അല്ല, നമുക്കൊരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ സേവനം മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നതാണ്. ഓക്കെ, അത് അടിയന്തരമായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അത്തരത്തിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അടക്കം ഇവിടെ ചുമതലപ്പെടുത്തിയാണ് സർക്കാർ ഈ സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ കഴിഞ്ഞ 3-ാം തീയതി മുതൽ ഈ പ്രദേശത്തെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും വളർത്തുമൃഗങ്ങളെ അടക്കം പിടിക്കുകയും ചെയ്യും, നാട്ടുകാരടക്കം കാണുകയും. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കടുവ ഇര പിടിച്ചിട്ടില്ല, അതിനുള്ള ആരോഗ്യാവസ്ഥയില്ല, അതിൻ്റെ കാലിന് മുറിവുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അല്പം അധികം മാറാൻ സാധ്യതയില്ല. പക്ഷേ ഇന്നലെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത്, കാരണം പൊന്തക്കാടുകൾ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ ഡ്രോൺ നിരീക്ഷണത്തിനകത്ത് അങ്ങനെ പെട്ടെന്ന് സാധ്യമാകില്ല. അതിൻ്റെ ഈ കാടിൻ്റെ ഇടയ്ക്ക് വല്ലതുമാണ് മാറിക്കിടക്കുന്നതെങ്കിൽ അത് കണ്ടെത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇത് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മനു, അപ്പോൾ ഈ സ്വാഭാവികമായും കടുവയെ അവിടെ കാണുവാനില്ല എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ ആശങ്ക ഇനിയും വർദ്ധിക്കുമല്ലോ ജോസിൽ. കാരണം അവർക്ക് പുറത്തിറങ്ങാനോ പണിക്ക് പോകാനോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും കഴിയാത്ത സാഹചര്യമാണ്. വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രതിസന്ധി ഈ ആളുകൾക്കിടയിൽ ഒരു ആശങ്കയുണ്ട്. ചേട്ടാ, എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ജനങ്ങളെല്ലാം വളരെ ഭയത്തിലിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിടിച്ചേ പറ്റൂ, പിടിക്കാതെ ഒരു രക്ഷയില്ല. പണിയൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ പണിക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് ഞങ്ങൾ നിൽക്കുന്നത്. വലിയ ഇറങ്ങി നടക്കാൻ പറ്റിയില്ല.
മനു, ഇതാണ് ഇവിടെ ആളുകൾക്ക് ഇത്തരത്തിലൊരു ആശങ്കയുണ്ട്. ഒപ്പം തന്നെ ഇന്നെങ്കിലും ഇത് പിടിച്ച് ഇതിനെ ഇവിടുന്ന് മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തേയിലത്തോട്ടം മേഖലയിൽ രാവിലെ 6 മണിക്ക് തന്നെ പണിക്കിറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അതാണ് ഒരു വലിയ വെയിലാകുന്നതിന് മുമ്പ്. നമുക്കറിയാം രാവിലെ നേരങ്ങളിൽ അത്യാവശ്യം നല്ല തണുപ്പും നട്ടുച്ചോടുകൂടി വേനൽക്കാലമാകുമ്പോൾ നല്ല ചൂടും അനുഭവപ്പെടും. അതുകൊണ്ട് ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ പണിക്കിറങ്ങി കയറേണ്ട ആളുകളാണ്. രാവിലെ 6 മണിക്കാണ് ഈ തേയിലത്തോട്ടങ്ങളിലെല്ലാം ആളുകൾ പണിക്കിറങ്ങുന്ന സാധാരണ. അത്തരമുള്ള പണികളടക്കം മുടങ്ങിയിരിക്കുകയാണ്. ഈ നിലവിൽ ചില തൊഴിലാളികളെ ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റി വേറൊരു ബ്ലോക്കിൽ പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്ത് ഉള്ള പണികളെല്ലാം മുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം, ഇവിടെ തൊട്ടടുത്തൊരു ഗവൺമെൻറ് LP സ്കൂളുണ്ട്. ആ ഗവൺമെൻറ് LP സ്കൂളിലെ പഠിത്തം കുട്ടികൾക്ക് മുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള അതുപോലെ തന്നെ ആ റോഡ് കഴിഞ്ഞ ദിവസം ഇപ്പം കടുവയ്ക്ക് പ്രശ്നങ്ങളില്ല എന്ന് ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞതിന് ശേഷം റോഡ് ഓപ്പൺ ചെയ്തു. പക്ഷേ ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട്, ഇതിനെ എത്രയും പെട്ടെന്ന്. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ എത്ര ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും ജോസിൽ കടുവ തന്നെയാണല്ലോ. അതിന്റെ ഒരു ആശങ്ക നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകാം, അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലുണ്ടാകാം. കാരണം അവരുടെ ജീവിതമാർഗമാണ് മുടങ്ങിക്കിടക്കുന്നത്. അപ്പോൾ എത്രയും വേഗം കണ്ടെത്തുക എന്നതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ആ സജ്ജീകരണങ്ങളോട് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ കുറ്റിക്കാട് നിറഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഏത് മേഖലയിലാണിത് ഇപ്പോൾ മാറിക്കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ താഴെ ഈ ചതുപ്പ്, ഈ തേയിലത്തോട്ടത്തിൻ്റെ താഴെ വരുന്ന ഈ ചതുപ്പ് പ്രദേശത്താണ് ഇന്നലെ ഈ കടുവ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നത്. അത് അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് RO അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അതിനെ ലൊക്കേറ്റ് ചെയ്ത് ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റി തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും അത് വിജയിക്കേണ്ട ആവശ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെയാണ് എന്നുള്ളതാണ് വസ്തുത. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ജോസിലൊക്കെ നിൽക്കുന്ന പ്രദേശത്തിന് പുറകിൽ കാണുന്ന ആ തേയിലത്തോട്ടത്തിലെ കുറ്റിക്കാടുകൾക്കിടയിലാണോ കടുവയെ കണ്ടെത്തിയിരുന്നത്? ആ ദൗത്യ പ്രദേശത്താണോ നിങ്ങൾ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ഈ തേയില ചെരുവ് ഇങ്ങനെ പോയിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു കുഴി പോലെ കാണുന്ന ആ പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് കടുവ ഉണ്ടായിരുന്നത്. ഒരു കാട് പോലെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് കടുവ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മളോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഡ്രോൺ ദൃശ്യങ്ങളടക്കം നമ്മുടെ കയ്യിലും എത്തിയിട്ടുണ്ട്. ഇന്ന് അവിടെ നിന്ന് കുറച്ച് മാറി, അത് അധികം ദൂരം സഞ്ചരിക്കാനുള്ള ആരോഗ്യാവസ്ഥ. ഓക്കെ, അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് അല്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ആ ഡ്രോൺ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്ത് കണ്ട ആ സ്ഥലത്ത് നിന്ന് കടുവ മാറിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് പോയി പരിശോധിക്കാനുള്ള ഏതായാലും മനുഷ്യരാണ്, അതിൻ്റെ കടുവയാണ്. എത്ര ആരോഗ്യ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞാലും തൊട്ടടുത്ത് പോയി അതിനെ നിരീക്ഷിക്കാനോ ഒന്നും ഒരു സാഹചര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കുന്നതല്ല. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് നടത്തുന്നത്. അതിനുശേഷം മയക്കുവെടി വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.